മദ്രാസ് മാഗ്നി എന്ന ഫാമിലി മൂവിയുടെ കഥ നോക്കിയാലോ? എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കഥയിലേക്ക് കടക്കാം. ഒരുപാട് സിനിമകൾ എടുത്ത ഡയറക്ടർ പുതിയൊരു സിനിമ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ പെൺകുട്ടി പറയുകയാണ്, മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളുടെ കഥ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയാണ്, അങ്ങനെ ഒരാളെ കിട്ടിയാൽ എന്തായാലും സിനിമ എടുക്കാമെന്ന് പറയുന്നു. അദ്ദേഹം തെരഞ്ഞെടുത്ത ഒരു സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവറായ ഈ കഥയിലെ ഹീറോയായ കണ്ണനെയാണ്. കണ്ണന്റെ ജീവിതം എന്നാൽ കണ്ണൻ ഓട്ടോ ഡ്രൈവറാണ്. അവന്റെ ഭാര്യയുടെ പേര് കമലം എന്നാണ്. മൂത്ത മോളുടെ പേര് ദേവിക, ഇളയ ചെറുക്കന്റെ പേര് ദിനേശ്. കണ്ണൻ ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാണ്. താൻ അനുഭവിച്ചതുപോലെ തന്റെ കുടുംബത്തിന് ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെയാണ് ജീവിതം കൊണ്ടുപോകുന്നത്. കണ്ണന് വലിയ പഠിപ്പൊന്നുമില്ല. അവിടുത്തെ ഒരു വ്യാപാരിയുണ്ട്, അയാളോടുമാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നത്. ഹീറോയുടെ മകൻ ദിനേശിന്റെ കൂട്ടുകാരനാണ് 3 പേരെ കൊന്നിട്ട് ജയിലിലാണ്. ദിനേശിന്റെ ആഗ്രഹം +2 കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പഠിക്കണമെന്നാണ് ആഗ്രഹം. ദിനേശിന് ഒരു പട്ടിക്കുട്ടിയുണ്ട്, അതിനെ ഭയങ്കര ഇഷ്ടമാണ് അവന്. അവനൊരു കാമുകിയുണ്ട്, എപ്പോഴും മെസ്സേജ് ഒക്കെ അയക്കും, എന്നാൽ അവൾക്ക് അവനെ ഇഷ്ടവുമല്ല. ഹീറോയുടെ മകൾ ജനിച്ചപ്പോഴേ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അവളെ പൊന്നുപോലെയാണ് ഹീറോ നോക്കിയിരുന്നതും. ആ വീട്ടിൽ അവളുടെ വല്യമ്മയാണ് അവളെ സ്കൂളിൽ കൊണ്ടുപോയി വിടുകയെല്ലാം ചെയ്യുന്നതും. ഓരോ വട്ടവും അവളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തേങ്ങാമുട്ടായി അവൾക്ക് മേടിച്ചു കൊടുക്കുമായിരുന്നു. അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം വല്യമ്മയാണെങ്കിൽ അവൾക്ക് ഒരുപാട് കഥകൾ ദീപികയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ദീപിക സ്കൂളിൽ പോയപ്പോൾ അവിടെ ഒരു പയ്യനാണെങ്കിൽ ഇവള് ഇരുനിറത്തിലുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇവളെ കറമ്പി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുമായിരുന്നു. അവൾ വിഷമത്തോടെ അച്ഛനോട് വന്ന് പറയുകയാണ്, അങ്ങനെ ആരാടി നിന്നോട് പറഞ്ഞത്? അത് ആരാണെങ്കിലും ഞാൻ മുട്ടായും കൊണ്ട് അവനെ ഇടിപ്പിക്കാമെന്ന് പറഞ്ഞു അവൾക്ക് മുട്ടായി സാധനങ്ങളൊക്കെ മേടിച്ച് അവളെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ഹീറോയ്ക്ക് ഒരു മകൻ ഉണ്ടാകുന്നു, അത് ദിനേശാണ്. അവൻ ഉണ്ടായതിനു ശേഷം 2 മക്കളാണ്. ഇപ്പോൾ ചിലവുകളെല്ലാം കൂടും. തൊഴിലാളിയായിരുന്ന ഹീറോയാണെങ്കിൽ ഓട്ടോയും ഓടിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ 2 ജോലിയും ചെയ്താണ് കുടുംബത്തെ നോക്കിയിരുന്നത്. ഹീറോ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ മോളെ കാണുവാൻ പോലും സമയമില്ലായിരുന്നു. രാവിലെ തന്നെ ജോലിക്ക് പോകുമായിരുന്നു. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മോളോട് സംസാരിച്ചിട്ടേ ഹീറോ പോകത്തുള്ളായിരുന്നു. ഇപ്പോൾ ഹീറോ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ അവളുടെ വല്യമ്മ മരിച്ചു പോയിരിക്കുന്നു. അത് കാണുമ്പോൾ അവൾക്ക് സങ്കടം തോന്നുകയാണ്. അവളുടെ അനിയൻ ദിനേശിനോട് വല്യമ്മ പറഞ്ഞു കൊടുത്ത കഥകളൊന്നും പറയാൻ പറ്റിയില്ലോ എന്നുള്ള സങ്കടത്തിലാണ് അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കടയിൽ തേങ്ങാമുട്ടായി കാണുമ്പോൾ അവൾ വല്യമ്മയെ ഓർക്കാറുണ്ട്. അതിനുശേഷം ഈ 2 മക്കളും വലുതാകുകയാണ്. ദിനേശിന് ക്രിക്കറ്റ് കോച്ചിങ്ങിനുള്ള ഡ്രസ്സ് മേടിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അച്ഛനും അമ്മയും അവനെ കാണാതെ വിഷമിച്ച് നടക്കുകയായിരുന്നു. അവനെ കണ്ടുപിടിച്ചത് ദീപികയായിരുന്നു. അവനാണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ നിൽക്കുകയാണ്. ആ മത്സരത്തിന് പോകാനുള്ള ഡ്രസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദീപിക പറഞ്ഞിട്ട്, നീ ഇവിടെ വന്ന് നിൽക്കുകയാണ്, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. ദീപിക ഇപ്പോൾ നന്നായി പഠിച്ച് ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ അവളുടെ ജീവിതത്തിലുണ്ടായ ദീപികയുടെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ആവശ്യമാണ്. അവളാണ് കുറച്ച് പൈസ ലോൺ എടുക്കുന്നുണ്ട്. കല്യാണത്തിന് ഒരുപാട് പൈസ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ കണ്ണനാണെങ്കിൽ കൂട്ടുകാരനോട് പൈസ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, അവിടെ ഒരു സേട്ടില്ലേ, അവനോട് ചോദിച്ചാൽ മതി. ആ സേട്ടിന്റെ ഡ്രൈവറായിട്ട് നീ ജോലി ചെയ്യുവാണെങ്കിൽ നീ ചോദിക്കുന്ന പണം അവൻ തരും കടമായിട്ട്. അപ്പോൾ കണ്ണൻ പറയാണ്, എനിക്ക് ഓട്ടോ ഓടിക്കാനല്ലേ അറിയുള്ളൂ, കാർ ഓടിക്കാൻ അറിയത്തില്ലെന്ന് പറയാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ 3 ദിവസം കൊണ്ട് നിന്നെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുമെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ അവൻ കാർ ഓടിക്കാനായി പോവുകയാണ്. ആദ്യമൊക്കെ അവന് കാർ ഓടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവന് കാർ ഓടിക്കാനായി കുറച്ച് പഠിക്കുകയാണ്. കുറച്ച് ദിവസം എടുത്ത് ഹീറോയാണെങ്കിൽ കാർ ഓടിക്കാനായി പഠിക്കുകയാണ്. എങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു സങ്കടമുണ്ട്. ഒരു പയ്യനെ സ്നേഹിച്ചിരുന്നു, അവനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു. അതിനുശേഷം അവളാണെങ്കിൽ ആ ഇഷ്ടം വേണ്ടെന്ന് വെച്ചു. അവളുടെ ചിലവിലാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഹീറോയാണെങ്കിൽ ദീപികയോട് പറയാണ്, മാട്രിമോണിയിൽ ഒരു ചെറുക്കനെ കണ്ടിട്ടുണ്ട്, ആ ചെറുക്കനെ കല്യാണം ആലോചിക്കാം. അങ്ങനെ ദീപികയാണെങ്കിൽ ആ ചെറുക്കനെ കാണുവാനായി പോവുകയാണ്. അവളാണെങ്കിൽ ആ ചെറുക്കനെ കണ്ടിട്ട് വരികയാണ്. അച്ഛൻ ചോദിക്കുകയാണ്, ആ ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ടു? ആ ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, എന്നാൽ അവരുടെ വീട്ടുകാരാണെങ്കിൽ നാളെ നമ്മളെ കാണുവാനായി വരുന്നുണ്ട്, അതിനുശേഷമേ എന്തേലും പറയുവാനായി പറ്റുകയുള്ളൂ. അടുത്ത ദിവസം ആ പയ്യന്റെ ഫാമിലി ആണെങ്കിൽ ഒരു ഹോട്ടലിലേക്ക് വരികയാണ്. അവളാണെങ്കിൽ ജോലി പോലും അന്നത്തെ ദിവസം മാറ്റി വെച്ചിട്ട് അവരെ കാണുവാനായി ചെല്ലുകയാണ്. അവിടെ ആ പയ്യനും പയ്യന്റെ അമ്മയും ചിറ്റയുമാണ് ഉള്ളത്. ചിറ്റ ചോദിക്കുകയാണ്, നീ എന്താ താമസിച്ച് വന്നത്? അപ്പോൾ അവൾ പറയാണ്, വരുന്ന വഴി ട്രാഫിക് ആയിരുന്നു, അതുകൊണ്ടാണ്. പയ്യന്റെ അമ്മ പറയാണ്, നിന്നെ കാണാൻ ഇരുനിറമാണല്ലോ, എങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളെ കളറിനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ജോലി എന്താണെന്നൊക്കെ ചോദിക്കുന്നു. അവൾ എല്ലാ കാര്യവും തുറന്ന് പറയാണ്, നിങ്ങളൊരു മിഡിൽ ക്ലാസ്
ക്ലാസ് ആണല്ലോ എന്നൊക്കെ അവർ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് പിടിക്കുന്നില്ല. അവൾ പറയാണ് കല്യാണം കഴിയുമ്പോൾ തന്നെ ഞാനാണെങ്കിൽ ജോലിക്ക് പോവുകയും അതിനുശേഷം 1 വർഷം കഴിയുമ്പോൾ US പോവുകയും ചെയ്യുമെന്ന് പറയുന്നു. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ടിട്ട് ആ പയ്യനാണെങ്കിൽ അവളെ വിളിക്കുകയാണ്. അമ്മയും ചിറ്റയും പഴയ കാലത്തുള്ളവരല്ലേ, അവരിങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. അപ്പോൾ അവൾ പറയാണ് നീ ഇത്ര നേരം അത് കേട്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, നീ എന്താ ഒന്നും പറയാഞ്ഞത്? എന്തായാലും ഈ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അച്ഛൻ അവളെ വിളിച്ച് ചോദിക്കുകയാണ് എന്തായി കല്യാണക്കാര്യം, നിനക്ക് ഇഷ്ടമായോ? അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ അച്ഛനോട് പറയാണ്. അവന്റെ ഫാമിലി ഒന്നും കൊള്ളത്തില്ല, അവൻ വലിയ കുഴപ്പമില്ലായിരുന്നു, എന്തായാലും നമുക്ക് ഈ ബന്ധം വേണ്ട. അപ്പോൾ അച്ഛൻ പറയാണ് എല്ലായിടത്തും വീട്ടുകാർ ശരിയല്ലായിരിക്കും, എന്നാലും പയ്യന്മാർ കുഴപ്പമില്ലല്ലോ, എങ്ങനെയും നീ ഇത് ഉറപ്പിക്കാനായി പറയാണ്. എന്നാൽ അവൾക്ക് സമ്മതമല്ലായിരുന്നു. ഇങ്ങനെ നീ തുടങ്ങിയാൽ എത്ര പേരായി ഇപ്പോൾ കല്യാണം ആലോചിച്ച് വരുന്നത്, നിനക്ക് പ്രായം കൂടിക്കൂടി വരികയല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൾ പറയാണ് അതെ എനിക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുക, അതിനിപ്പോൾ എന്താ വേണ്ടത്? അവൾ ദേഷ്യത്തോടെ അച്ഛനോട് പറയാണ് നിങ്ങൾ ഈ വീട്ടിലേക്ക് എന്താണ് ചെയ്തത്, നിങ്ങളെ കൊണ്ട് ഈ വീട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യുവാനായി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് അച്ഛനോട് ദേഷ്യപ്പെടുകയാണ്. ആ പയ്യനോടുള്ള ദേഷ്യമെല്ലാം അച്ഛനോട് തീർക്കുകയാണ്. ആ പാവം കണ്ണനാണെങ്കിൽ സങ്കടമാകുന്നു. അടുത്ത സീൻ ദിനേശിന്റെ എഡ്യൂക്കേഷൻ ലോണിനായിട്ട് അടുത്തുള്ള ഒരു പലിശക്കാരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ പലിശക്കാരനാണെങ്കിൽ ബാങ്കിൽ വിളിച്ചു വന്നിട്ട് ഞങ്ങളുടെ പയ്യന് എന്തായാലും അവന് ലോൺ കൊടുക്കണമെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് കണ്ണനാണെങ്കിൽ മോനെയും കൂട്ടി ആ ബാങ്കിലേക്ക് പോവുകയാണ്. ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ളവരാരും ഹീറോയെയും മോനെയും മൈൻഡ് പോലും ചെയ്യുന്നില്ല. മകനാണെങ്കിൽ പറയാണ് എഡ്യൂക്കേഷൻ ലോണിന് എന്താണ് ആവശ്യമുള്ളത് അത് പറഞ്ഞാൽ മതി, ആ ഡോക്യുമെന്റുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും മോനും അവിടുന്ന് ഇറങ്ങുന്നു. ദിനേശ് ആണെങ്കിൽ സൈക്കിളിലാണ് പോകുന്നത്, കണ്ണനാണെങ്കിൽ ഓട്ടോയിലും പോകുന്നു. ഓട്ടോയിൽ ഇതുവരെയായിട്ടും ഫാമിലിയെ പോലും കയറ്റിയിട്ടില്ല. കാരണം ആ നഗരത്തിൽ ഓട്ടോ ഓടിച്ചു ചെല്ലുമ്പോൾ അവിടുത്തെ പോലീസുകാരെല്ലാം അപമാനിച്ചു വിടുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ദോഷമായിട്ട് ഫാമിലിക്ക് ഒന്നും പറ്റാതിരിക്കാനാണ് കുടുംബത്തെ ഒരിക്കലും അവൻ ഓട്ടോയിൽ കയറ്റാത്തത്. ചെന്ന ഉടനെ ദിനേശ് പറയാണ് എന്തിനാ അച്ഛ ഒരു ലോണിന്റെ ആവശ്യത്തിന് പോലും ആ പലിശക്കാരന്റെ കാര്യത്തിലേക്ക് കാല് പിടിച്ച് ചെല്ലുന്നത്? അയാൾ പറഞ്ഞിട്ട് നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് ആരും നമ്മളെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല, അല്ലെങ്കിലും അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അച്ഛനെ കൊണ്ട് എന്താ പറ്റുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ ദേഷ്യത്തിൽ പോവുകയാണ്. ഇപ്പൊ 2 മക്കളും ഹീറോയെ മനസ്സിലാക്കുന്നില്ല. ഹീറോ ഇപ്പോൾ സങ്കടത്തിൽ ഇരിക്കുകയാണ്. അതേ സമയത്താണ് അവിടെ പച്ചക്കറിയും കൊണ്ട് ആള് വരികയാണ്. അത് കണ്ടിട്ട് ദിനേശിന്റെ അമ്മ പച്ചക്കറി വാങ്ങാനായി വീട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് അവിടുത്തെ കറണ്ട് പൊട്ടി ഷോക്ക് അടിക്കുന്നത്. അത് കണ്ട് ദിനേശ് ഓടി വരികയാണ്. എന്നാൽ അവന്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല. അവന്റെ പട്ടിക്കുട്ടി അവിടെ വന്നിരുന്നു. ആ പട്ടിക്കുട്ടിയാണ് ഷോക്ക് അടിച്ചത്. അത് പിടഞ്ഞു കിടക്കുന്നത് കണ്ട് ദിനേശ് ദേഷ്യത്തോടെ ലൈൻമാനെ പോയി കാണുകയും കറണ്ട് എപ്പോഴും കട്ടായിക്കൊണ്ടിരിക്കുകയാണ്, പോസ്റ്റ് ശരിയാക്കണമെന്നൊക്കെ ഞങ്ങൾ പറയില്ലായിരുന്നു, അതൊന്നും കേട്ടില്ലല്ലോ, ഇപ്പോൾ ഞാൻ സ്നേഹിച്ചു വെച്ച എന്റെ പൗണിയായ എന്റെ പട്ടിക്കുട്ടി ചത്തുപോയി, അതിന് കാരണം നിങ്ങളാണ്, എന്റെ പട്ടിക്കുട്ടി ജീവനോട് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുകയാണ്. കണ്ടുകൊണ്ടിരുന്ന EV ഓഫീസർ പറയാണ് ഒരു പട്ടിയല്ലേ ഷോക്ക് അടിച്ച് ചത്തത്, അതിനിപ്പോൾ എന്താ കുഴപ്പം? ദിനേശ് പറയാണ് അതിന്റെ അടുത്ത് എന്റെ അമ്മയായിരുന്നു ഇരുന്നത്, അമ്മയ്ക്കെങ്ങനെ ഷോക്ക് അടിച്ചിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ? EV ഓഫീസർ പറയാണ് അത് നിന്റെ അമ്മയല്ലേ, എപ്പോൾ കറണ്ട് അടിച്ചു വന്നിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ദിനേശിന് ദേഷ്യമാണ്. നീ എന്റെ അമ്മയെ പറ്റി എന്താടാ പറയുന്നെന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാനായിട്ട് വരികയാണ്. എന്നാൽ ആ EV ഓഫീസർ ആണെങ്കിൽ പോലീസിനെ വിളിക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞ് കണ്ണനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്ന മകനെ തടയുകയാണ്. എന്നാലോ മകനാണെങ്കിൽ അച്ഛന്റെ കൈ മാറ്റിയിട്ട് അവിടെ വഴക്കുണ്ടാക്കുകയാണ്. ഉടനെ തന്നെ അവിടെ പോലീസ് വരികയാണ്. ഇയാൾ എന്റെ അമ്മയോട് മാപ്പ് പറയാതെ ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് അവൻ പറയുന്നു. EV ഓഫീസർ പറയാണ് എന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന നിന്റെ അമ്മ ഞാൻ മാപ്പ് പറയണോടാ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ്. അവനെ പിടിച്ച് ഒരു അടിയും കൂടെ കൊടുക്കുകയാണ്. എപ്പോഴാണ് പോലീസുകാർ വന്ന് ഇവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് പോകുകയാണ്. എന്നാൽ ഹീറോയുടെ കൂട്ടുകാരനാണ് അവനെ രക്ഷിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുന്നു. ദിനേശ് ആണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ KCBയിലുള്ള അയാൾ പറയാണ് നിന്റെ പട്ടിക്കുട്ടി പോയത് പകരമായിട്ട് നിന്റെ പട്ടിക്കുട്ടിയുടെ ഒരു ശില വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോഴാണ് അവനൊന്ന് സമാധാനമായത്. കണ്ണനാണെങ്കിൽ ഇതെല്ലാം കൂടെ കേട്ടിട്ട് സങ്കടമായിട്ട് കൂട്ടുകാരന്റെ കൂടെ മദ്യപിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് റൈറ്റർ കണ്ണന്റെ കഥകൾ പറയുന്നത്. ഇപ്പോൾ ദേവികയാണെങ്കിൽ 1 മാസത്തിന് ശേഷം ജോലി കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. അവളുടെ അമ്മയ്ക്ക് അവൾ വന്നത് കൊണ്ട് ഒരുപാട് സന്തോഷമായി. അവൾ പറയാണ് അച്ഛനോട് ഞാൻ മോശമായി സംസാരിച്ചു, അതുകൊണ്ട് അച്ഛനോട് മാപ്പ് പറയണമെന്ന് പറയാണ്. അമ്മ പറയാണ് അതിന് ആവശ്യമില്ല, അച്ഛൻ നിന്നെ മനസ്സിലാക്കും, നിനക്കൊരാളെ ഇഷ്ടമല്ലായിരുന്നു, നിനക്ക് അവനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്കിപ്പോൾ ആരെയും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ല, അച്ഛനാണെങ്കിൽ അവനെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അമ്മ പറയാണ് അതൊന്നും കാര്യമാക്കണ്ട, നിനക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം നടത്തിത്തരാം, അഥവാ കല്യാണം കഴിച്ചതിന് ശേഷം നിന്റെ ഭർത്താവ് നിന്നെ മോശമായിട്ട് പെരുമാറുകയാണ്, അവന് 2 എണ്ണം കൊടുത്തിട്ട് നീ തിരിച്ചു പോരണം. നിന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ചിട്ട് പൊന്നു പോലെയാണ് നോക്കുന്നത്, ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്റെ അച്ഛൻ ഒരു അഴുക്ക് സ്വഭാവവും ഇല്ല, ബീഡി വലിക്കുകയോ കള്ളു കുടിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഒരു വട്ടം അത് കുടിച്ചുകൊണ്ട് വന്ന് അന്ന് ഞാൻ പിണങ്ങി എന്റെ വീട്ടിൽ കോയമ്പത്തൂരിലേക്ക് പോയി. എന്നാൽ എന്റെ ഭർത്താവ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ഇനി മേലെ കുടിക്കില്ലെന്നും പറഞ്ഞു. അതിൽ പിന്നെ ഇതുവരെ ആയിട്ടും എന്റെ ഭർത്താവ് കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അതേ സമയമാണ് ഹീറോ കുടിച്ചിട്ട് ആ വീട്ടിലേക്ക് വരികയാണ്. അന്നുടനെ ദേവികയോട് ചോദിക്കുകയാണ് നീ എപ്പോഴാ വന്നത്, നിന്നെ ഞാൻ ഓട്ടോ
ഓട്ടോയിൽ കേട്ടിട്ടെ. അപ്പോൾ ദീപിക പറയാണ് അതൊന്നും വേണ്ട അപ്പ, എന്നോട് ക്ഷമിക്കണം. നീ എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത്? നീ ചോദിച്ചതെല്ലാം ശരിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ സങ്കടപ്പെടുകയാണ്. അപ്പോൾ അവൾ പറയാണ് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ആ സമയത്ത് എന്നെ കല്യാണം ആലോചിച്ച് വന്ന അവർ എന്നോട് മോശമായി സംസാരിച്ചു. അതുകൊണ്ടാണ് അച്ഛനോട് ഞാൻ ആ രീതിയിൽ സംസാരിച്ചത്. കണ്ണൻ പറയാണ് നിങ്ങൾ രണ്ട് മക്കളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അടുത്ത സീനിൽ മൂത്ത മകൾ ഇപ്പോൾ USA പോകുവാനായി തീരുമാനിച്ചിരിക്കുന്നു. അവൾ ദിനേശിനോട് പറയാണ് അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ കേൾക്കണം, അച്ഛൻ പറയുന്ന എല്ലാം അനുസരിക്കണം. ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തുകയാണോ? അപ്പോൾ ചേച്ചി ചോദിക്കുകയാണ് നിനക്ക് എന്നെ ഇഷ്ടമാണോ? ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുകയാണ്. ചേച്ചി അനിയൻ ഇവിടെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസമായിരുന്നു അവൾക്ക് USA പോകേണ്ടത്. ഇവർ ഇപ്പോൾ ഫാമിലി ആയിട്ട് ഭക്ഷണവും കഴിച്ച് ഇപ്പോൾ അടുത്ത ദിവസം പോകുകയാണ്. അപ്പോൾ അവൾ അച്ഛനോട് പറയാണ് കാറേ പോകണ്ട, ഓട്ടോയിൽ തന്നെ പോകാമെന്ന് പറയാണ്. അവരെല്ലാരും കൂടെ അച്ഛന്റെ ഓട്ടോയിൽ കയറിയാണ് പോകുന്നത്. ഇപ്പോൾ ആ ഡയറക്ടർ പറയാണ് ഒരു സാധാരണ കുടുംബത്തിലെ ഈ കഥ കേട്ടോ, ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ജീവിതാനുഭവം സിനിമ എടുക്കണമെന്നാ വിചാരിച്ചത്. ഇവരുടെ ജീവിതാനുഭവമാണ് യഥാർത്ഥ അനുഭവം. ഒരു മിഡിൽ ക്ലാസ് ആയ ഹീറോയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓട്ടോ ഡ്രൈവറായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നത്. അവർ കുടുംബത്തെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം നോക്കി അയാളുടെ ജീവിതം ഇപ്പോഴും മുന്നോട്ട് പോകുകയാണ്. ഇവരാണ് എൻ്റെ കഥയിലെ യഥാർത്ഥ നായകനും നായികയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ മറക്കല്ലേ.